ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 2. ദ്വാരകാവാസകഥനം. ജരാസന്ധൻ വീണ്ടും വീണ്ടും തൻ്റെ സൈന്യബലത്തോടു കൂടെ യുദ്ധത്തിന് മധുരയിലേക്ക് വരികയും ശ്രീകൃഷ്ണ ഭഗവാനാൽ തോൽക്കപ്പെടുകയും ചെയ്തു. ശ്രീകൃഷ്ണ തേജസ് കൊണ്ട് യാദവർ അഭിവൃദ്ധിപ്പെട്ടു. ജരാസന്ധൻ 17 തവണ യുദ്ധത്തിന് വന്നു എങ്കിലും സൈന്യങ്ങൾ നശിച്ച് യുദ്ധത്തിൽ പരാജയപ്പെട്ട് തിരിച്ചു പോകുകയാണ് ഉണ്ടായത്. പിന്നീട് നാരദ മഹർഷിയുടെ പ്രേരണയാൽ മഹാബലവാനായ കാലയവനൻ 1 കോടി മ്ലേച്ഛ സൈന്യത്തോടു കൂടി മധുരയെ രോധിച്ചു. മ്ലേച്ഛ ബലം കണ്ട് മധുരാവാസികൾ ഭയപ്പെട്ടു. അതു കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമായി ആലോചിച്ച് ഒറ്റ രാത്രി കൊണ്ട് സമുദ്രമധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ട് ദ്വാരകാദുർഗം പണി കഴിപ്പിച്ച് യോഗശക്തി കൊണ്ട് എല്ലാവരെയും അവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അനന്തരം ബലരാമൻ്റെ ആജ്ഞാനുസരണം ഭഗവാൻ നിരായുധനായി പുറത്തേക്ക് വന്നു. നാരദ മഹർഷിയിൽ നിന്ന് കേട്ടറിഞ്ഞ ലക്ഷണങ്ങളെ കൊണ്ട് ഭഗവാനെ തിരിച്ചറിഞ്ഞ യവനൻ നിരായുധനായി തന്നെ യുദ്ധത്തിന് ചെന്നു. കാലയവനൻ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി നിരായുധനായി തന്നെ യുദ്ധത്തിന് ചെന്നു. ഉടനെ ഭഗവാൻ യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞോടി. കാലയവനനും പിന്നാലെ ഓടി. പിടികിട്ടുമെന്ന് തോന്നിച്ചുകൊണ്ട് ഓടിയ ഭഗവാൻ ശ്യാമള പർവ്വതത്തിലെ ഒരു ഗുഹയിൽ കടന്നു. മാന്ധാതാവിൻ്റെ പുത്രനായ മുചുകുന്ദൻ ദേവന്മാരെ യുദ്ധത്തിൽ സഹായിച്ച് അവരുടെ പ്രസാദത്താൽ അവരിൽ നിന്ന് തനിക്ക് നന്നായി ഉറങ്ങണമെന്നും നിദ്രയ്ക്കിടയിൽ ഉണർത്തുന്നവൻ തൻ്റെ നോട്ടത്തിൽ തന്നെ ഭസ്മമായി പോകണമെന്നും തനിക്ക് ഭഗവത് ദർശനം സാധ്യമാകണമെന്നുള്ള വരങ്ങൾ മേടിച്ചിരുന്നു. അങ്ങനെ മുചുകുന്ദൻ ആ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഭഗവാനെ പിന്തുടർന്ന് ആ ഗുഹയിൽ പ്രവേശിച്ച യവനൻ മുചുകുന്ദനെ കണ്ട് ഭഗവാനാണെന്ന് ധരിച്ച് കാലുകൊണ്ട് ഒരു ചവിട്ടു കൊടുത്തു. മുചുകുന്ദൻ ഉണർന്നു നോക്കിയപ്പോൾ ദൃഷ്ടിയിൽപ്പെട്ടത് കാലയവനായിരുന്നു. അവൻ പെട്ടെന്ന് ഭസ്മമായി പോവുക തന്നെ ചെയ്തു. അതിൽ പിന്നെ ഭഗവാൻ മുചുകുന്ദന് ദർശനവും നൽകി. കിരീടകുണ്ടലങ്ങൾ, ശ്രീവത്സം, കൗസ്തുഭം, വനമാല, ചതുർഭുജങ്ങൾ എന്നിവയോട് കൂടിയ ഭഗവാനെ കണ്ടിട്ട് അത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്നറിഞ്ഞ് അദ്ദേഹം മുചുകുന്ദൻ ഭഗവാനെ സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിനോട് ബദരിയാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് ബ്രാഹ്മണനായി ജനിച്ച് ആ ജന്മത്തിൽ തന്നെ ഭഗവാനെ പ്രാപിക്കുന്നതാണെന്നും അനുഗ്രഹിച്ചു. മുചുകുന്ദൻ ഭഗവാനെ സ്തുതിച്ച് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ വടക്കോട്ട് യാത്ര ചെയ്ത് ബദരിയാശ്രമത്തിലെത്തി. ഭഗവാൻ നിർദ്ദേശിച്ച പോലെ അനുഷ്ഠിച്ചു. മധുരാപുരിയെ വളഞ്ഞിരുന്ന മ്ലേച്ഛന്മാരുടെ ധനമെല്ലാം ഭഗവാൻ ഉഗ്രസേന മഹാരാജാവിനെ കാഴ്ചവെച്ചു കൊടുത്തു. ജരാസന്ധൻ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി. മുഹൂർത്തം കുറിപ്പിക്കുവാനായി മാഗധ ബ്രാഹ്മണരെ വരുത്തി. അവരെ കാരാഗ്രഹത്തിൽ വസിപ്പിച്ച് താൻ ജയിച്ചു വരികയാണെങ്കിൽ വേണ്ടതുപോലെ പൂജിക്കാമെന്നും പരാജിതനായാൽ അവരെ വധിച്ചു കളയുമെന്നും പറഞ്ഞു. അനന്തരം അവൻ 23 അക്ഷൗണി സൈന്യവുമായി മധുരയിലെത്തി. ശ്രീകൃഷ്ണനും ബലരാമനും ഭയപ്പെട്ടിട്ടെന്ന പോലെ ഓടിപ്പോയി പ്രവർഷണഗിരിയിൽ കയറി. ജരാസന്ധൻ 23 അക്ഷൗണി സൈന്യവുമായി മധുരയിലെത്തി. ശ്രീകൃഷ്ണനും ബലരാമനും ഭയപ്പെട്ടിട്ടെന്ന പോലെ ഓടിപ്പോയി പ്രവർഷണഗിരിയിൽ കയറി. അവർ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജരാസന്ധൻ അതിനു ചുറ്റുമുള്ള വനം മുഴുവൻ ചുട്ട് ചാമ്പലാക്കി. എന്നാൽ ഭഗവാന്മാർ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് ദ്വാരകയിലെത്തി. അവർ ദഹിച്ചു പോയി എന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ ജരാസന്ധൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഹരേ കൃഷ്ണ.